നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ പതിയെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറി വരികയാണ്. ഇത്തവണത്തെ സാലറി ക്യാപ്പിൽ വലിയ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. വരുമാനം വർദ്ധിപ്പിക്കാനും ചിലവ് കുറക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും പൂർണ്ണമായും കരകയറാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ വഴികൾ ഇപ്പോൾ FC ബാഴ്സലോണ അന്വേഷിക്കുന്നുണ്ട്. ബാഴ്സലോണയിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരം അത് അവരുടെ മധ്യനിരയിലെ ഡച്ച് സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് ആണ്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ട രൂപത്തിൽ ലഭിക്കാറില്ല. കാരണം പരിക്ക് കാരണം പലപ്പോഴും അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരാറുള്ളത്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ബാഴ്സലോണ നടത്തിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഡിയോങ് അത് നിരസിക്കുകയായിരുന്നു. അദ്ദേഹം ബാഴ്സയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സാലറിയുടെ ഭാരം കുറക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോഴും FC ബാഴ്സലോണയുടെ തീരുമാനം. കോവിഡിൻ്റെ സമയത്ത് പെൻഡിങ് വന്ന 18 മില്യൺ യൂറോ നൽകാമെന്ന് ബാഴ്സ ഇപ്പോൾ താരത്തോട് പറഞ്ഞിട്ടുണ്ട്. പകരം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തോട് ക്ലബ്ബ് വിടാനാണ് ഇപ്പോൾ ബാഴ്സലോണ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഡിയോങ് ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട്. അതായത് വരുന്ന സമ്മറിൽ ഈ ഒരു ഡച്ച് താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. അധികം വൈകാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യം FC ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നു. നിലവിൽ യുവതാരങ്ങളെയാണ് ബാഴ്സലോണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റൊട്ടേഷൻ സിസ്റ്റം അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് തിരിച്ചടിയായിരുന്നു. 2-4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയെ ഒസാസുന പരാജയപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഫ്രങ്കി ഡിയോങ് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി അവരുടെ ആ ഒരു മധ്യനിര കൂടുതൽ ശക്തിയാർജിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.